ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ മാർച്ച് മാസത്തിലാണ്, നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ ചൂടിനെ കുറിച്ച് പറയാനുള്ള വ്യത്യസ്തമായ ശൈലികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുറത്ത് ഭയങ്കര ചൂടാണ് എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ പല രീതിയിൽ പറയില്ലേ, ചുട്ടുപൊള്ളുകയാണ്, കരിഞ്ഞുണങ്ങുകയാണ്, നമ്മളെന്താണ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂടുകാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, സൂര്യൻ നിന്ന് ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മളെങ്ങനെ ഇട്ട് വറുക്കുകയാണ്. ഇങ്ങനെ പല നാടൻ ശൈലിയിലും നമ്മൾ ഇതിനെക്കുറിച്ച് പറയും. അല്ലാതെ ഇന്ന് വളരെ ചൂടാകുന്നു എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്. എന്താ ചൂട് കോയമ്പത്തൂര് ശിവനേ ശിവനേ. അപ്പൊ ഈ വ്യത്യസ്തമായ ശൈലികളൊക്കെ തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ ലെറ്റ്സ് റോക്ക്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ചൂട് കാലത്ത് പുറത്ത് ഭയങ്കര ചൂടാണ് എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള വ്യത്യസ്തമായ ശൈലികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുറത്ത് നല്ല ചൂടാണ്ടാ. ഇതിൽ ഒന്നാമത്തെ ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് എ ഹോട്ട് വെദർ ഔട്ട്സൈഡ്. വാട്ട് എ ഹോട്ട് വെദർ ഔട്ട്സൈഡ്. പുറത്ത് നല്ല ചൂടാണ് ട്ടാ. എന്ത് ചൂടാണ് പുറത്ത്, അല്ലേ? പുറത്ത് എന്ത് ചൂടാണ്. വാട്ട് എ ഹോട്ട് വെദർ ഔട്ട്സൈഡ്. പുറത്ത് എന്തെല്ലാം ചൂടാണ്, എന്ത് മനോഹരമായ എന്നല്ല, ഭയങ്കര ചൂടാണ് എന്നാണ് അർത്ഥം. വാട്ട് എ ഹോട്ട് വെദർ ഔട്ട്സൈഡ്. വാട്ട് എ ഹോട്ട് വെദർ ഔട്ട്സൈഡ്. ഇനി അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്: പുറത്ത് ചൂട് ഇങ്ങനെ തിളക്കാണ് ട്ടാ. പുറത്ത് ചൂട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബോയിലിംഗ് ഔട്ട്സൈഡ്. ഇറ്റ്സ് ബോയിലിംഗ് ഔട്ട്സൈഡ്. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്നതിനാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ്സ് ബോയിലിംഗ് ഔട്ട്സൈഡ്. പുറത്ത് തിളച്ചോണ്ടിരിക്കുക. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു തവി കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും. അപ്പൊ ഇറ്റ്സ് ബോയിലിംഗ് ഔട്ട്സൈഡ്. പുറത്തിങ്ങനെ തിളച്ച് മറിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും: ഇറ്റ്സ് ബേണിംഗ് ഔട്ട്സൈഡ്. ഇറ്റ്സ് ബേണിംഗ് ഔട്ട്സൈഡ്. പുറത്തിങ്ങനെ കത്തുകയാണ്. പുറത്ത് നിന്ന് കത്തുകയാണ്. തീ കൂട്ടിയിട്ട് കത്തിക്കുക എന്നല്ല, അത്രയും ചൂടുണ്ട് സൂര്യന്. ഇറ്റ്സ് ബേണിംഗ് ഔട്ട്സൈഡ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും: ദ സൺ ഈസ് റിയലി സ്ട്രോങ് ടുഡേ. സൂര്യൻ ഇന്ന് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ആളിന്ന് ഇത്തിരി കലിപ്പിലാണ്, അല്ലേ? സൂര്യൻ ഇന്ന് ഭയങ്കര സ്ട്രോങ് ആണ്, ആളിന്ന് ഇത്തിരി കലിപ്പിലാണല്ലോ. ദ സൺ ഈസ് റിയലി സ്ട്രോങ് ടുഡേ. ദ സൺ ഈസ് റിയലി സ്ട്രോങ് ടുഡേ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു രസകരമായ ശൈലി ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് സ്കോച്ചിങ്. ഇറ്റ്സ് റിയലി സ്കോച്ചിങ്. പുറത്തിങ്ങനെ പൊള്ളുകയാണ്. നമ്മൾ ഈ മുളകൊക്കെ ഉണക്കാടുന്ന പോലെ വെയിലത്തിട്ട് കരിച്ചുണക്കണേനാണ് എന്ത് പറയാ, സ്കോച്ചിങ് എന്ന് പറയാ. നമ്മൾ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ടാൽ അത് ഇലകളൊക്കെ ഉണങ്ങിപ്പോകും. എന്നിട്ട് അത് അവസാനം നമുക്ക് ഇങ്ങനെ പൊടിക്കാൻ പറ്റും. അതുപോലെ ആയിരിക്കും നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി സ്കോച്ചിങ് എന്ന് പറയാം, ചുട്ടുപൊള്ളുകയാണ്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്: ഇറ്റ്സ് റിയലി റോസ്റ്റിംഗ്. ഇറ്റ്സ് റിയലി റോസ്റ്റിംഗ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ കരിച്ചുണക്കല്ല ചെയ്യുന്നത്, ഇത് എണ്ണയിലിട്ട് ബ്രോസ്റ്റൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്, അല്ലേ? ഇറ്റ്സ് റിയലി റോസ്റ്റിംഗ് ഔട്ട്സൈഡ്. പുറത്ത് നല്ല എണ്ണയിലിട്ട് വറുക്കലാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വറുത്ത് കോരാൻ പറ്റും. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് റിയലി റോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ ചില ആളുകൾ വെയിലത്ത് ഇറങ്ങിയിട്ട് ചൂട് കാരണം തലയൊക്കെ ഇറങ്ങിയിട്ട് ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റ്സ് റിയലി സ്റ്റിഫ്ലിംഗ്. ഇറ്റ്സ് റിയലി സ്റ്റിഫ്ലിംഗ്. ഇങ്ങനെ സ്തംഭിച്ചു പോകുന്നതിനാണ് എന്ത് പറയാം, സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി സ്റ്റിഫ്ലിംഗ്. സ്തംഭിച്ചു പോയി, അല്ലേ? അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു രസകരമായ രീതി ഇങ്ങനെയാണ്: വി ആർ ഹാവിങ് ഹീറ്റ് വേവ്. വി ആർ ഹാവിങ് ഹീറ്റ് വേവ്. ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട് കാറ്റ്, അല്ലെങ്കിൽ എന്താണ്, ചൂടുള്ള രീതിയിൽ ഇങ്ങനെ ഊഷ്മാവൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വീശുന്നതിനാണ് എന്താ പറയുക, ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. വി ആർ ഹാവിങ് ഹീറ്റ് വേവ്. ചൂട് കാറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ രീതിയിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ശൈലിയിലൊക്കെ തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, കാലാവസ്ഥ വളരെ ചൂടാണ് എന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ നിങ്ങൾ ചൂടിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും പരാമർശിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.